ഖുർആൻ ശപിച്ച 3 വട്ടം ശപിച്ച കൂട്ടരാണ് ബന്ധവിച്ഛേദനം നടത്തിയവർ. 3 വട്ടമുള്ള ലയനത്ത് ചെയ്ത കൂട്ടരാണ്. ഇത്ര മോശപ്പെട്ട ആൾക്കാർ വേറല്ല. ബന്ധം നന്നാക്കണം. നമ്മളോട് ഓരോരുത്തരോടാണ് വയസ്സ് 90 എന്ന് കരുതിയിട്ടൊന്നും അള്ളാഹു തആല അഫ്വ ചെയ്യൂല. എല്ലാ താടിയും തൊപ്പറയൊക്കെ നരച്ചല്ലോ, ഇനി ഒന്ന് പുറത്തു കൊടുക്കല്ല. അയാളെ കൽബ് നരച്ചിട്ടില്ലല്ലോ. കൽബ് ഇപ്പോഴും യൗവന, കൽബ് ഇപ്പോഴും വികൃതി മാറിയിട്ടില്ല. ആ കൽബൊന്ന് ക്ലിയർ ആക്കണ്ടേ? എന്നാ പെട്ടെന്നല്ലേ അള്ളാഹു തആല സാധ്യമാക്കി തരുന്നത്. എല്ലാ ഹജ്ജും ഉണ്ട്, ഇത്തിക്കാഫും ഉണ്ട്, നിസ്കാരം ഉണ്ട്, നോമ്പുണ്ട്, തയമ്പും ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ബന്ധം വളരെ മോശമാണ്. എന്നാ ആള് മോശം തന്നെ, പറയാനൊന്നുമില്ല. കാര്യറ്റ് ബന്ധനായിക്കൂടാ ഒരു ബന്ധവും. അപാകത നമ്മളെ ഭാഗത്തു നിന്നാണെങ്കിലും മറുഭാഗത്തു നിന്നാണെങ്കിലും ഒന്ന് തിരുത്താനുള്ള മനസ്സ്, ആ മനസ്സിനാണ് ഏറ്റവും വലിയ നല്ല മനസ്ഥിതി. ഇന്ന മലായികത്തുർ റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ, ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹ്മ, ഒരു ബന്ധം മുറിച്ച ആളുള്ള സദസ്സില് അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കിറങ്ങൂല. ഒറ്റ ആള് മതി.